ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുഞ്ഞൂസ് വ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറച്ച് നാളുകൾക്ക് ശേഷം നമ്മൾ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ വീഡിയോയിൽ നമ്മളൊരു സ്പെഷ്യലായിട്ട് കുറച്ച് മീൻ ഫ്രൈ ചെയ്യുന്ന വീഡിയോ ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി, അതിനുശേഷം മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് കാശ്മീരി മുളക് പൊടി, പിന്നെ മുളക് പൊടി, ഇത്രയും ചേർത്ത് അതിൻ്റെ കൂടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഇട്ട് ഉപ്പും ഇട്ടിട്ട് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാലിലാണ് നമ്മൾ ഈ മസാലയുടെ ഒരു ടേസ്റ്റ് വരുന്നത്. അപ്പോൾ തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുത്തത്. അതായത് വെള്ളത്തിനും വെളിച്ചെണ്ണയ്ക്കും പകരം നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തു. നന്നായിട്ട് ആ മസാല ആ മീനിലേക്ക് തേച്ച് പിടിപ്പിച്ച് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. അതിനുശേഷം നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണയിൽ തന്നെ നമ്മളിത് ഉണ്ടാക്കിയെടുക്കണം. പിന്നെ ഓവറായിട്ട് വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കേണ്ട. നമ്മളൊന്ന് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഇതുപോലെ കറക്കിയെടുക്കുക. ഇപ്പോഴും നമ്മുടെ സ്പെഷ്യൽ ഐറ്റം ഇതിലേക്ക് കൂടുതലായിട്ട് ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ അതിലേക്ക് വരുന്നേ ഉള്ളൂ. ആദ്യം നമ്മൾ പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇതുപോലെ ഫ്രൈ ആക്കിയെടുക്കുക. നന്നായി ഫ്രൈ ആയതിനു ശേഷം ഒരു വശം മറിച്ചിട്ട് കൊടുക്കുക. പിന്നെ ഇത് നമ്മൾ മീനിടാൻ നേരത്ത് ഒരു കാര്യം ശ്രദ്ധിക്കുക. ഫസ്റ്റിൽ മീൻ ഇട്ടതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ തന്നെ വയ്ക്കുക. പിന്നീടാണ് ഇത് സിമ്മിലേക്ക് മാറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതുമാതിരി നമുക്ക് ഏത് മീൻ വേണമെങ്കിലും ചെയ്തെടുക്കാം. ഏത് മീൻ ചെയ്താലും ഇതിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള 2 കറിവേപ്പില ഇതുപോലെ മേളിലേക്ക് വെറുതെ വെച്ച് കൊടുക്കുന്നുണ്ട്. വെറുതെ ഒരു ടേസ്റ്റിനും പിന്നെ ഒരു ഡെക്കറേഷൻ പോലെ വെച്ച് കൊടുക്കുന്നതെന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ തേങ്ങാപ്പാൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതായത് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഈ മീനിൻ്റെ മുകളിലേക്കും ഈ സൈഡിലേക്കുമായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഈ ഒരു തേങ്ങാപ്പാലിൽ കിടന്ന് ഈ തേങ്ങാപ്പാൽ വറ്റി ഇത് നല്ല ടേസ്റ്റായിട്ട് കിട്ടണം. അപ്പോൾ അതാണ് നമ്മുടെ മീനിൻ്റെ ഏറ്റവും വലിയ ഒരു ഹൈലൈറ്റ് എന്ന് വരുന്നത്. ഇതിൽ കിടന്ന് നമ്മളിങ്ങനെ ഈ ഒരു മീൻ ഫ്രൈ ആയി വന്നു കഴിയുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂടുതൽ കിട്ടുന്നത്. ശരിക്കും പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്കിത് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം മനസ്സിലാവുമെന്നുള്ളത് എനിക്കറിയില്ല. അതുകൊണ്ട് നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയതിന് ശേഷം ഇതിന് ടേസ്റ്റ് ഇല്ലേ എന്നുള്ളത് നിങ്ങൾ തന്നെ ചെക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ചെക്ക് ചെയ്തിട്ട് എനിക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫിഷ് ഫ്രൈ കിട്ടിയിരിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ ഒരു ശകലം ഗ്രേവി പോലെയൊക്കെ ആക്കിയിട്ട് എടുത്ത് നമ്മൾ കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഒരു വശം ഒന്ന് പയ്യെ ആയി വന്നു കഴിയുമ്പോൾ നമ്മൾ അടുത്ത വശവും ഇതുപോലെ മറച്ചിട്ട് തന്നെ കുക്കാക്കി എടുക്കുക. അങ്ങനെ ഒരു 2 പ്രാവശ്യം മറച്ചിടുന്നത് നല്ലതാണ്. മീൻ പൊട്ടിയൊന്നും പോവില്ല കേട്ടോ, നല്ല രീതിയിൽ തന്നെ ഇരിക്കും. അപ്പോൾ ഏത് മീൻ ഇങ്ങനെ ഫ്രൈ ചെയ്താലും ടേസ്റ്റാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മീൻ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. മത്തിയൊക്കെ ആണെങ്കിലും നമുക്ക് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് ഈ മീനിലെ വെള്ളയെല്ലാം, അതായത് തേങ്ങ മുഴുവൻ അതിൻ്റെ ആ ഒരു തേങ്ങാപ്പാലെല്ലാം പറ്റിയിട്ട് നമുക്ക് ആ ഒരു എണ്ണ തെളിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. നിങ്ങളാരും ഇത് ട്രൈ ചെയ്യാതിരിക്കരുത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫിഷ് ഫ്രൈ കിട്ടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയുകയാണ്, നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ടേസ്റ്റ് എന്താണെന്നുള്ളത് അറിയുക. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാനും ആരും മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.